Hi all, welcome to chapter 1 Civil. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺട്രോൾ ഓഫ് ഡിഫ്ലക്ഷനെ പറ്റിയാണ്. അപ്പം ഡിഫറെൻറ്റ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിനുള്ള ഡിഫ്ലക്ഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഇക്വേഷൻസ് അതിനെ ബേസ് ചെയ്തിട്ടാണ് എഫക്റ്റീവ് ഡെപ്ത് ഓഫ് സ്ട്രക്ചേഴ്സ് ആൻഡ് എഫക്റ്റീവ് സ്പാൻ ഓഫ് സ്ട്രക്ചേഴ്സ്, ക്ലിയർ സ്പാൻ ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം സ്ലാബിൻ്റെ, ബീമിൻ്റെ, അതുപോലെ തന്നെ കോളത്തിൻ്റെ ഇഫക്റ്റീവ് ഡെപ്ത് ആൻഡ് ക്ലിയർ സ്പാനിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്ലസ് ടി ബീമിൻ്റെ ഫ്ലാഞ്ച് വിഡ്ത്ത്, ടി ആൻഡ് എൽ ബീമിൻ്റെ ഫ്ലാഞ്ച് വിഡ്ത്തും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. So the deflection of a structure or part thereof shall not adversely affect the appearance or efficiency of the structure or finishes or partitions. അപ്പോൾ ഒരു മിനിമം എമൗണ്ട് ഓഫ് ഡിഫ്ലക്ഷൻ നമ്മൾ അലോ ചെയ്യുന്നുണ്ട്. അപ്പിയറൻസിനെ അല്ലെങ്കിൽ എഫിഷ്യൻസിനെ ബാധിക്കുന്ന തരത്തിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ആ ഡിഫ്ലക്ഷൻ നമ്മൾ കൺട്രോൾ ചെയ്യണം. ഇപ്പോൾ ഇത് ഒരു ബീമാണെങ്കിൽ ബീമിൽ ഒരു മിനിമം എമൗണ്ട് ഓഫ് ഡിഫ്ലക്ഷൻ നമ്മൾ അലോ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അപ്പിയറൻസിനെയോ എഫിഷ്യൻസിനെയോ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ, ഇതാണ് ഇവിടെ ഡിഫ്ലക്ഷൻ വരിക, എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഈ ഡിഫ്ലക്ഷൻ അതിൻ്റെ ലിമിറ്റ് വിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫ്ലക്ഷൻ കൺട്രോൾ നോക്കാൻ പോവാണ്. ദ ഡിഫ്ലക്ഷൻ ഷാൾ ജനറലി ബി ലിമിറ്റഡ് ടു ദ ഫോളോവിങ്. ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഫൈനൽ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ഓൾ ലോഡ്സ് ഇൻക്ലൂഡിംഗ് ദ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ, creep and shrinkage and measured from the cast level of the support of floors, roofs and all other horizontal members. It should not be greater than span by 250. അപ്പോൾ ആ കാസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന സമയത്ത്, അതിൻ്റെ കാസ്റ്റിംഗ് സമയത്ത് ഈ എല്ലാ എഫക്റ്റും ഉണ്ടോ, ടെമ്പറേച്ചർ, ക്രീപ്പ് ആൻഡ് ഷ്രിങ്കേജ് ഒക്കെ കൊണ്ടുണ്ടാവുന്ന ടോട്ടൽ ഡിഫ്ലക്ഷൻ ഈ വാല്യൂവിനെക്കാട്ടും കൂടാൻ വേണ്ടി പാടില്ല. ഫോർ ഓൾ ദി ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് ലൈക്ക് ഫ്ലോർസ് ആൻഡ് റൂഫ്സ്. ഡിഫ്ലക്ഷൻ ഇൻക്ലൂഡിംഗ് ദി എഫക്ട് ഓഫ് ടെമ്പറേച്ചർ, ക്രീപ്പ് ആൻഡ് ഷ്രിങ്കേജ്, ഇത് ഇവിടെ ഉള്ള പോലെ തന്നെ ഫൈനൽ ഡിഫ്ലക്ഷൻ തന്നെ ആഫ്റ്റർ ഇറക്ഷൻ ഓഫ് പാർട്ടീഷൻസ് ആൻഡ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഫിനിഷസ്. നമ്മൾ പാർട്ടീഷൻസ് ഇറക്ട് ചെയ്ത് കഴിഞ്ഞ് എല്ലാ ഫിനിഷസും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട്, എന്ന് വെച്ചാൽ ലാസ്റ്റ് അതിനെ ഇറക്ട് ചെയ്ത് ഫൈനൽ സ്റ്റേജിലായി കഴിയുമ്പം അവിടെ നമ്മൾ അലോ ചെയ്യുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് സ്പാൻ ബൈ 350 അല്ലെങ്കിൽ 20 mm. 20 mm എന്ന് പറഞ്ഞാൽ എന്താ പറയുക, 2 cm. അത്രയും ഡിഫ്ലക്ഷൻ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് നമ്മൾ ആ ഫൈനൽ സ്ട്രക്ചറിന് അലോ ചെയ്യുന്നുള്ളൂ. ഇതിൽ ഏതാണോ ലെസ്സർ ആയിട്ടുള്ള വാല്യൂ അത്രയുമേ അലോ ചെയ്യുള്ളൂ. അപ്പോൾ സ്പാൻ ബൈ 350 ഇപ്പോൾ 25 mm ആണെങ്കിൽ അത് പറ്റില്ല, 20 mm വരെ മാക്സിമം. അപ്പോൾ മാക്സിമം അലോ ചെയ്യുന്നത് 20 mm ആണ്. കാസ്റ്റ് ലെവലിലാണെങ്കിൽ സ്പാൻ ബൈ 250 ആണ്. ആഫ്റ്റർ ഇറക്ഷൻ ആണെങ്കിൽ സ്പാൻ ബൈ 350 ഓർ 20 mm. ഇത് ഓർത്ത് വെക്കുക. ഈ ടേബിളിൽ തന്നിരിക്കുന്നത് ശരിക്കും വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ആണ്. അപ്പം നമ്മൾ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ലിമിറ്റ് ജനറലി നമ്മൾ സാറ്റിസ്ഫൈഡ് ആയെന്ന് വിചാരിക്കുന്നത് ഈ തന്നിട്ടുള്ള റേഷ്യോയിൽ സ്പാൻ ടു ഡെപ്ത് റേഷ്യോ, ഇഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ വരുമ്പോഴാണ്. അപ്പോൾ ഇതിനനുസരിച്ചാണ് നമ്മൾ ഈ ഇഫക്റ്റീവ് ഡെപ്ത് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്പാൻ ഇപ്പോൾ ബീമിനോ അല്ലെങ്കിൽ സ്ലാബിനോ ഉണ്ടാവും, അതിന് എത്ര ഇഫക്റ്റീവ് ഡെപ്ത് വേണമെന്നുള്ളത് നമ്മൾ ഈ റേഷ്യോ വെച്ചിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. ബേസിക് വാല്യൂസ് ഓഫ് സ്പാൻ ടു ഇഫക്റ്റീവ് ഡെപ്ത് റേഷ്യോസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് ഇതിനേക്കാൾ കൂടുതലായിട്ട്, ഈ ലിമിറ്റിംഗ് വാല്യൂവിനെക്കാട്ടും കൂടുതലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറില്ല. ആദ്യം നമുക്ക് 3 ടൈപ്പ് ബീംസിനാണ്: കാന്റിലിവർ ബീം, സിംപ്ലി സപ്പോർട്ടഡ് ബീം, കണ്ടിന്യൂസ് ബീം. ഇതിന് മൂന്നിനും ഡിഫറെന്റ് കണ്ടീഷൻസ് ആണ്. സ്പാൻ ലെസ് ദാൻ 10 മീറ്റർ ആകുമ്പോൾ ഒരു കണ്ടീഷനാണ്, സ്പാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 മീറ്റർ ആകുമ്പോൾ അടുത്ത കണ്ടീഷനാണ്. പിന്നെ അതിന്റെ ടെൻഷൻ റെയിൻഫോഴ്സ്മെന്റിനെയും കംപ്രഷൻ റെയിൻഫോഴ്സ്മെന്റ് ഏരിയനെയും, അതുപോലെ തന്നെ ഫ്ലാഞ്ച്ഡ് ബീം ആണെങ്കിൽ അതിന്റെ വെബ് വിഡ്ത്തിനെയും ഫ്ലാഞ്ച് വിഡ്ത്തിനെയും കൂടി ഈ സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്ത് അല്ലെങ്കിൽ അതിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി കാന്റിലിവർ ബീം ആണെങ്കിൽ സ്പാൻ ലെസ് ദാൻ 10 മീറ്റർ ആണെങ്കിൽ കാന്റിലിവർ ബീമിന് അനുവദിക്കുന്ന സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ എന്ന് വെച്ചാൽ L/D റേഷ്യോ ലെസ് ദാൻ 7 ആണ്, ലെസ് ഓർ ഈക്വൽ ടു 7. സിംപ്ലി സപ്പോർട്ടഡ് ആകുമ്പോൾ സ്പാൻ ബൈ ഡെപ്ത് റേഷ്യോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20. കണ്ടിന്യൂസ് ആകുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 26. ഇനി സ്പാൻ 10 മീറ്ററിനെക്കാട്ടും കുറവാണെങ്കിലാണിത്. ഇവിടെ സ്പാൻ 10 മീറ്ററിനെക്കാട്ടും കൂടുതലാണെങ്കിൽ ഈ കാന്റിലിവറിന് വ്യത്യാസമൊന്നുമില്ല. സ്പാൻ 10നെക്കാട്ടും കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും 7. എന്ന് വെച്ചാൽ 10 മീറ്ററിനെക്കാട്ടും കൂടുതലൊന്നും നമ്മൾ കാന്റിലിവർ പ്രൊവൈഡ് ചെയ്യാറില്ല. സിംപ്ലി സപ്പോർട്ടഡ് ആവുമ്പോൾ 20 ഈ ഇവിടെയുള്ള ലിമിറ്റിംഗ് വാല്യൂ ഇൻറ്റു 10 ബൈ സ്പാൻ ഇൻ മീറ്റേഴ്സും കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ സ്പാൻ ബൈ L/D റേഷ്യോ ഉള്ളത്, L/D റേഷ്യോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20.
greater than 10 meter ഉള്ള simply supported beam ആണെങ്കിൽ L by D ratio less than or equal to 20 into 10 by span. So ഇവിടെ span in metersലാണ്. പക്ഷേ L by D ratioയിൽ L അതായത് ഈ span നമ്മൾ എടുക്കുന്നത് in mm ലാണ് എന്ന് വെച്ചാൽ millimetersലാണ്. അപ്പോൾ L by D less than or equal to 20 into 10 by span. Continuous ആകുമ്പോൾ 26 into 10 by span. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ വ്യക്തമായിട്ട് ഓർമ്മ വേണം. ഇനി നമ്മൾ ഈ ടെൻഷൻ റെയിൻഫോഴ്സ്മെന്റിനെ ഒരു റെയിൻഫോഴ്സ്മെന്റിനനുസരിച്ചൊരു മോഡിഫിക്കേഷൻ ഫാക്ടർ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പെർസെൻറ്റേജ് ഓഫ് കംപ്രഷൻ റെയിൻഫോഴ്സ്മെന്റിനനുസരിച്ചിട്ട് ഓരോ പെർട്ടിക്കുലർ പെർസെൻറ്റേജിനനുസരിച്ചിട്ട് മോഡിഫിക്കേഷൻ ഫാക്ടർ അപ്ലൈ ചെയ്യണം. ഫ്ലാഞ്ച് ബീം ആകുമ്പം റേഷ്യോ ഓഫ് വെബ് വിഡ്ത്ത് ടു ഫ്ലാഞ്ച് വിഡ്ത്ത് അനുസരിച്ചിട്ട് ഒരു റിഡക്ഷൻ ഫാക്ടറും കൂടി അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഓൾറെഡി ഉള്ള വാല്യൂ ഇൻറ്റു മോഡിഫിക്കേഷൻ ഫാക്ടർ M1 ഇൻറ്റു മോഡിഫിക്കേഷൻ ഫാക്ടർ M2 ഇൻറ്റു റിഡക്ഷൻ ഫാക്ടർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഇത് സ്പാൻ ഗ്രേറ്റർ ഒരു 12 മീറ്റർ സ്പാനുള്ള സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് 20 into 10 by span into M1 into M2 into R1 എന്നായിരുന്നു. അപ്പോൾ ഈ ഡിഫ്ലക്ഷൻ കൺട്രോൾ ഓഫ് ബീം ആൻഡ് സ്ലാബ് കുറച്ച് റിലേഷൻ ഉണ്ട്. അത് നമുക്ക് IS കോഡിൽ തന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. ഫോർ സ്ലാബ്സ് സ്പാനിങ് ഇൻ 2 direction the shorter of the 2 spans should be used for calculating the span to effective depth ratio. നമ്മൾ ഇവിടെയും span to L by D ratio തന്നെയാണ് കണ്ടുപിടിക്കാറ്. അപ്പോൾ ഈ L by D ratio എടുക്കുമ്പം ഈ L എന്ന് വെച്ചാൽ ഇതാണ് ഇപ്പം നമ്മുടെ സ്ലാബ് എങ്കിൽ ഇത് LS ആണെന്ന് വിചാരിച്ചു. അപ്പം ഷോർട്ടർ സ്പാൻ ആണ് നമ്മളിവിടെ എടുക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ L by D റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ എടുക്കേണ്ട L ഇതിൽ ഏതാണോ ഏറ്റവും ഷോർട്ടർ ലെങ്ത് അതായിരിക്കണം. Slabs spanning in one direction and continuous over supports shall be designed according to the provisions applicable to continuous beams. Continuous beams എങ്ങനെയായിരുന്നു? L by D ratio less than or equal to 26 ആയിരുന്നു. ഇത് തന്നെയാണ് സ്ലാബിന്റെ കേസിലും. എന്നുവെച്ചാൽ വൺ വേ സ്ലാബ് ആണെങ്കിൽ ആസ് ലൈക്ക് ബീം തന്നെയാണ്, ഡിഫറൻസ് ഒന്നുമില്ല. ഇനി 2 വേ സ്ലാബ് വരുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഓഫ് ഷോർട്ടർ സ്പാൻസ് 3.5 മീറ്ററിനെക്കാട്ടും കുറഞ്ഞ the span to overall depth ratio given below may be generally assumed to satisfy vertical deflection limits for loading class up to 3 kilonewton per meter square. 3 kilonewton per meter squareലുള്ള ലോഡിംഗ് ക്ലാസ്സിലുള്ളതും സ്പാൻ 3.5 മീറ്ററിനേക്കാൾ കൂടുതൽ പോകാത്തതുമായിട്ടുള്ള 2 വേ സ്ലാബിന് നമുക്ക് MS ബാറിനും അതായത് മൈൽഡ് സ്റ്റീൽ റെയിൻഫോഴ്സ്മെന്റിനും ഹൈ സ്ട്രെങ്ത് റെയിൻഫോഴ്സ്മെന്റിനും ഡിഫറെന്റ് ആണ്. ഓക്കെ, നമുക്ക് സ്ലാബിന്റെ കേസ് നോക്കാം. സ്ലാബ് സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് ആൻഡ് കണ്ടിന്യൂസ് സ്ലാബ്. MS ബാറാണ്, അതായത് മൈൽഡ് സ്റ്റീൽ ബാറാണ് റെയിൻഫോഴ്സ്മെന്റിന് യൂസ് ചെയ്യുന്നതെങ്കിൽ ഹൈ ഈൽഡ് സ്ട്രെങ്ത് ബാറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. MS ബാർ ആകുമ്പം ഇവിടെയുള്ള സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്ത് L by D റേഷ്യോ ലെസ് ആർ ഈക്വൽ ടു 35. കണ്ടിന്യൂസ് ആകുമ്പോൾ അത് L by D റേഷ്യോ ലെസ് ആർ ഈക്വൽ ടു 40. ഇനി അത് ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ ആണെങ്കിൽ ഇതിന്റെ 0.8 ഇൻറ്റു 0.8 ചെയ്താൽ മതി. അപ്പം L by D റേഷ്യോ ലെസ് ആർ ഈക്വൽ ടു ഇത് ഇൻറ്റു ഈ 35 ഇൻറ്റു 0.8 ആണ് 28. അപ്പോൾ L by D റേഷ്യോ ലെസ് ആർ ഈക്വൽ ടു 28. കണ്ടിന്യൂസ് ആകുമ്പോൾ ലെസ് ആർ ഈക്വൽ ടു 32. ഇതാണ് സ്ലാബിന്റെ കേസ്. ബീമിന്റെ കേസ് വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടു. സിംപ്ലി സപ്പോർട്ടഡ് ആകുമ്പോൾ 20, സ്പാൻ അപ് ടു 10 മീറ്റർ, സ്പാൻ കണ്ടിന്യൂസ് ആകുമ്പോൾ 26, ഗ്രേറ്റർ ദാൻ 10 മീറ്റർ ആണെങ്കിൽ 20 ഇൻറ്റു 10 ബൈ സ്പാൻ. കാന്റിലിവർ ആകുമ്പോൾ ബീമിന്റെ കേസിൽ കാന്റിലിവർ ആകുമ്പോൾ 7 ആയിരുന്നു സ്പാൻ ബൈ ഇഫക്റ്റീവ് ഡെപ്തിന്റെ റേഷ്യോ. നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം ഈ ഇഫക്റ്റീവ് ഡെപ്ത് കണ്ടുപിടിക്കാനുള്ള. ഫോർ എ കണ്ടിന്യൂസ് ബീം വിത്ത് സ്പാൻ 9 മീറ്റർ വാട്ട് ഈസ് ദി ഇഫക്റ്റീവ് ഡെപ്ത്? അപ്പോൾ കണ്ടിന്യൂസ് ബീം ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്പാൻ ബൈ ഡി റേഷ്യോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 26 ആയിരിക്കണം. അപ്പോൾ അതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം സ്പാൻ ഇൻ MM ആണ്. അപ്പോൾ 9 ഇൻറ്റു 10 ക്യൂബ് ഡിവൈഡ് ബൈ 26 ലെസ് ദാൻ ഓർ ഈക്വൽ ടു D. അപ്പോൾ D എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 9000 ബൈ 26 ചെയ്യുമ്പം 346.1 കിട്ടും, വെച്ചാൽ 34.6 സെന്റിമീറ്റർ. അപ്പോൾ ഡെപ്ത് ഒരിക്കലും 34.6 സെന്റിമീറ്ററിനെക്കാട്ടും കുറയാൻ പാടില്ല. എന്തിനു വേണ്ടിയിട്ട്? ഈ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ഈ 26 അതിൽ കുറവോ ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാൻ 23 മീറ്റർ വാട്ട് ഈസ് ദി ഇഫക്റ്റീവ് ഡെപ്ത്? അപ്പോൾ സ്പാൻ 23 മീറ്റർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 10 മീറ്റർ ആണ്. അപ്പോൾ 10 മീറ്റർ ആകുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ഉള്ള വാല്യൂ ഇൻറ്റു 10 ബൈ സ്പാൻ ഇൻ മീറ്റേഴ്സും കൂടി ചെയ്യണം. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിനുള്ള കൺട്രോളിങ് വാല്യൂ എത്രയാണ്? 20 ആണ്.
അപ്പോൾ ശരിക്കും സ്പാൻ ബൈ ഡി റേഷ്യോ ഷുഡ് ബി ലെസ് ഓർ ഈക്വൽ ടു 20 ഇൻറ്റു 10 ബൈ സ്പാൻ ഇൻ മീറ്റേഴ്സ്. അത് നമ്മൾ ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ഡി ഈക്വൽ ടു 2645 mm ആണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഒരു 2 മീറ്റർ. അപ്പോൾ അതിനേക്കാൾ കുറയാൻ വേണ്ടി പാടില്ല. ഡി ഇതോ ഇതിൽ കൂടുതലോ വേണം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്ലെൻഡർനെസ് ലിമിറ്റ് ഫോർ ബീംസ് ടു എൻഷുർ ലാറ്ററൽ സ്റ്റെബിലിറ്റി. ബീമിന് 3 കേസ് ഉണ്ട്: സിംപ്ലി സപ്പോർട്ടഡ്, കാന്റിലിവർ ആൻഡ് കണ്ടിന്യൂസ്. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡിനും കണ്ടിന്യൂസിനും ഒരേ ലിമിറ്റ്സ് ആണുള്ളത്. കാന്റിലിവറിന് സെപ്പറേറ്റ് ലിമിറ്റ് ആണുള്ളത്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. എ സിംപ്ലി സപ്പോർട്ടഡ് ഓർ കണ്ടിന്യൂസ് ബീം ഷാൽ ബി സോ പ്രപ്പോർഷൻഡ് ദാറ്റ് ദ ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലാറ്ററൽ restraints does not exceed 60 b or 250 b square by d, whichever is less, where d is the effective depth of the beam and b is the breadth of the compression phase midway between the lateral restraints. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡോ അല്ലെ കണ്ടിന്യൂസോ ആയിട്ടുള്ള ബീം, ഒരു ബീം അതിന് ലാറ്ററൽ റീസ്ട്രെയിൻസ് ഉണ്ട്, ഇവിടെ 2 സപ്പോർട്ട് ഉണ്ട്. ഇത് സിംപ്ലി ഷാൽ ബി പ്രപ്പോർഷൻ അതായത് ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ലാറ്ററൽ റീസ്ട്രെയിൻസ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഈ ഡിസ്റ്റൻസ്, ഇതിനെ ഞാൻ എൽ നോട്ട് എന്ന് വിളിക്കുകയാണ്. This should not exceed 60 times the breadth or 250 into breadth square divided by the depth. ഈ 2 വാല്യൂയിൽ ഏതാണോ മിനിമം അതിനേക്കാൾ എക്സീഡ് ചെയ്യാൻ വേണ്ടി പാടില്ല ഈ ക്ലിയർ സ്പാൻ. അതിനാണ് നമ്മൾ ക്ലിയർ സ്പാൻ എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ സപ്പോർട്ട് ഇല്ലാണ്ട് നിൽക്കുന്ന ലെങ്ത്, അൺസപ്പോർട്ടഡ് ലെങ്ത്. ഇനി അത് കാന്റിലിവർ ആണെങ്കിൽ ദ ക്ലിയർ ഡിസ്റ്റൻസ് ഫ്രം ദ ഫ്രീ എൻഡ് ഓഫ് ദ കാന്റിലിവർ ടു ദ ലാറ്ററൽ റീസ്ട്രെയിൻ, ഇങ്ങനെയാണ് നമുക്ക് ബീം ഉള്ളത് എങ്കിൽ, കാന്റിലിവർ ബീമാണ് ഉള്ളത് എങ്കിൽ the clear distance from the free end of the cantilever to the lateral restraint shall not exceed, ഇവിടുന്ന് ഫ്രീ എൻഡിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, that I am calling L naught. അത് ഏതിനേക്കാൾ കൂടാൻ പാടില്ല? 25 ടൈംസ് ദി ബ്രെഡ്ത്തിനേക്കാളോ അല്ലെങ്കിൽ 100 ഇൻറ്റു ബ്രെഡ്ത്ത് സ്ക്വയർ ബൈ ഡെപ്തിനേക്കാളോ, ഇതിലേതാണോ ഏറ്റവും ചെറിയ വാല്യൂ അതിനേക്കാൾ കൂടാൻ വേണ്ടി പാടില്ല ഈ അൺസപ്പോർട്ടഡ് ലെങ്ത്. ഇനി അൺസപ്പോർട്ടഡ് ലെങ്ത് കോളത്തിന്റെ കേസിലാവുമ്പോൾ the unsupported length between end restraints shall not exceed 60 times the least lateral dimension. ഇവിടെ നമ്മൾ കോളമെങ്കിൽ അതിന്റെ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷനെക്കാട്ടും 60 ടൈംസ് ദ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷനെക്കാട്ടും കൂടാൻ വേണ്ടി, ക്രോസ് സെക്ഷനിലുള്ള ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഡയമെൻഷനാണ് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ എന്ന് പറയാം. അതിന്റെ 60 ടൈംസിനെക്കാട്ടും കൂടാൻ വേണ്ടി പാടില്ല. എപ്പം എൻഡ് റീസ്ട്രെയിൻഡ് ആണെങ്കിൽ, എൻഡ്സ് രണ്ടും റീസ്ട്രെയിൻഡ് ആണെങ്കിൽ, ഒരു എൻഡെങ്കിലും അൺറീസ്ട്രെയിൻഡ് ആണെങ്കിൽ, ഒരു എൻഡ് ഫ്രീ ആണെന്ന് വിചാരിച്ചോ, ആണെങ്കിൽ അൺസപ്പോർട്ടഡ് ലെങ്ത് 100 ബി സ്ക്വയർ ബൈ ഡിനേക്കാളും കൂടാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. കാന്റിലിവർ ബീം ആവുമ്പോൾ 25 ബി ഓർ 100 ബി സ്ക്വയർ ബൈ ഡി ആണ് ക്ലിയർ സ്പാൻ. സിംപ്ലി സപ്പോർട്ടഡ് ഓർ കണ്ടിന്യൂസ് ബീം ആവുമ്പോൾ 60 ബി ഓർ 250 ഇൻറ്റു ബി സ്ക്വയർ ബൈ ഡി ആണ് ക്ലിയർ സ്പാൻ. ഇത് റീസ്ട്രെയിൻഡ് കോളം ആണെങ്കിൽ 60 ടൈംസ് ദി ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ, അൺറീസ്ട്രെയിൻഡ് കോളം ആണെങ്കിൽ 100 ബി സ്ക്വയർ ബൈ ഡി. ഈ വാല്യൂസ് മുഴുവൻ ഓർമ്മ, ഇത് കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ടേബിളിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഇഫക്റ്റീവ് ഡെപ്തും അതുപോലെ തന്നെ ക്ലിയർ സ്പാനും ആയിരുന്നു. അടുത്ത് നമുക്ക് ഇഫക്റ്റീവ് സ്പാൻ ഓഫ് ദി മെമ്പർ നോക്കാം. അൺലെസ് അതർവൈസ് സ്പെസിഫൈഡ് ദ ഇഫക്റ്റീവ് സ്പാൻ ഓഫ് എ മെമ്പർ ഷാൾ ബി ആസ് ഫോളോസ്. അൺലെസ് അതർവൈസ് സ്പെസിഫൈ ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ എടുക്കേണ്ട വാല്യൂസ് ആണ്. അത് സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓർ സ്ലാബിന്, കണ്ടിന്യൂസ് ബീം ഓർ സ്ലാബിന്, കാന്റിലിവർ ബീം ഓർ സ്ലാബിന് ഡിഫറെന്റ് ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓർ സ്ലാബിന് തന്നിട്ടുള്ളത് നോക്കാം. ദ ഇഫക്റ്റീവ് സ്പാൻ ഓഫ് എ മെമ്പർ ദാറ്റ് ഈസ് നോട്ട് ബിൽഡ് ഇന്റഗ്രലി വിത്ത് ഇറ്റ്സ് സപ്പോർട്ട്സ്, സപ്പോർട്ട് ബിൽഡ് ചെയ്യുന്ന അതേ ഒരുമിച്ചല്ല ബിൽഡ് ചെയ്യുന്നത് എങ്കിൽ ഷാൾ ബി ടേക്കൺ ആസ് ക്ലിയർ സ്പാൻ പ്ലസ്. അപ്പൊ ക്ലിയർ സ്പാൻ നമുക്ക് അറിയാം, എൽ നോട്ട്, 2 സപ്പോർട്ട്സ് ഉണ്ട്, ആ സപ്പോർട്ട്സിന്റെ ക്ലിയർ സ്പാൻ പ്ലസ് എൽ നോട്ട്, ക്ലിയർ സ്പാൻ പ്ലസ് ഇഫക്റ്റീവ് ഡെപ്ത് ഓഫ് സ്ലാബ്, സ്ലാബിന്റെ ഇഫക്റ്റീവ് ഡെപ്ത്, സ്ലാബ് ഓർ ബീം ഓർ സെന്റർ ടു സെന്റർ ഓഫ് സപ്പോർട്ട്സ്. ഇപ്പൊ സപ്പോർട്ട്സിന്റെ സെന്റർ ടു സെന്റർ അതെന്ന് വെച്ചപ്പോൾ ഞാൻ ഡബ്ല്യൂ എന്ന് എടുക്കുകയാണെങ്കിൽ, ഇതിന്റെ വിടുത്ത് ഡബ്ല്യൂ എന്ന് എടുക്കുകയാണെങ്കിൽ W/2, ഇവിടം തൊട്ട് ഇവിടം വരെ W/2, ഈ സൈഡിലും W/2. അപ്പോൾ whichever is less. അപ്പം L0 പ്ലസ് ഡി ഓർ L0
plus W by 2 plus W by 2 എന്ന് വെച്ചാൽ L naught plus W. ഇതിലാണ് ഏതാണോ ലെസ്സർ വാല്യൂ അതാണ് എടുക്കേണ്ടത്. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമോ സ്ലാബോ ആണെങ്കിൽ ഇഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് ക്ലിയർ സ്പാൻ പ്ലസ് ഡെപ്ത് ഓഫ് ബീം ഓർ വിഡ്ത്ത് ഓഫ് സപ്പോർട്ട്സ് L0 plus D or L0 plus W in case of SSB, simply supported beam or slab. ഇനി പറയുന്നത് cantilever ആണെങ്കിൽ the effective length of a cantilever shall be taken as its length to the face of the support. ഒരു cantilever വരയ്ക്കാം. Cantilever beam cantilever shall be taken as its length to the face of the support. Face of the support വരെയുള്ള length L0 plus half the effective depth, ഈ ഡെപ്തിന്റെ ഹാഫ്. അപ്പോൾ L0 plus D by 2 half the effective depth where it forms the end of a continuous beam. Effective depth except where it forms the end of a continuous beam. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ബീമിന്റെ എൻഡ് അല്ല എങ്കിൽ, അപ്പോൾ ഇവിടെ ഇങ്ങനെ എന്തോ വന്നിട്ട് ഇത് കണ്ടിന്യൂസ് ബീം അല്ല എങ്കിൽ L0 plus D by 2 എന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വൽ കാൻഡിലിവർ ആണെങ്കിൽ ഇങ്ങനെയാണ് ഇൻഡിവിജ്വൽ. ഇനി ഒരു കണ്ടിന്യൂസ് ബീമിന്റെ കാൻഡിലിവർ ആണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടിന്യൂസ് ബീം except where it forms the end of a continuous beam, where continuous beamന്റെ കേസിൽ length to the center of support shall be taken. അപ്പോൾ സപ്പോർട്ടിന്റെ സെന്റർ വരെ അത് നമ്മൾ നേരത്തെ എടുത്തു W by 2, കാരണം ടോട്ടൽ വിഡ്ത്ത് നമ്മൾ W ആണെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ L0 plus W by 2 ആണ് എടുക്കേണ്ടത്. അപ്പോൾ L0 plus W by 2. അപ്പോൾ ഇൻഡിവിജ്വൽ കാൻഡിലിവർ ആണെങ്കിൽ L0 plus D by 2. അത് കണ്ടിന്യൂസ് ബീം ആണെങ്കിൽ L0 plus W by 2. ഇനി ഫ്രെയിംസ് ആവുമ്പോൾ ഉള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇൻ ദ അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ഫ്രെയിം സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ഷാൽ ബി യൂസ്ഡ്. L0 തന്നെ എടുത്താൽ മതി. ഇഫക്റ്റീവ് സ്പാൻ ആയിട്ട് ക്ലിയർ സ്പാൻ തന്നെ എടുത്താൽ മതിയാവും. ഓക്കെ, ഇനി ഈ കണ്ടിന്യൂസ് ബീം ഓർ സ്ലാബ് വരുമ്പോൾ കുറച്ച് കണ്ടീഷൻസ് ഡിഫർ ആണ്. അപ്പം നമ്മൾ ഓൾറെഡി നോക്കിയത് നമുക്കൊന്നുകൂടി നോക്കാം. സിംപ്ലി സപ്പോർട്ടഡ് ആകുമ്പോൾ ബീം ഓർ സ്ലാബ് ആണെങ്കിൽ L0 plus D or L0 plus W, whichever is less. ഇനി കാൻഡിലിവർ ബീം ആവുമ്പോൾ L0 plus D by 2 ഇൻഡിവിജ്വൽ ബീം കാൻഡിലിവർ ആണെങ്കിൽ, കണ്ടിന്യൂസ് കാൻഡിലിവർ ആണെങ്കിൽ L0 പ്ലസ് കണ്ടിന്യൂസ് ബീമിനെ കണക്ട് ചെയ്യുന്ന കാൻഡിലിവർ ആണെങ്കിൽ L0 പ്ലസ് W by 2 ആണ് കണ്ടിന്യൂസ് ആവുന്ന കാൻഡിലിവറിൽ. ഓക്കെ, ഇനി കണ്ടിന്യൂസ് ബീമോ സ്ലാബോ ആണെങ്കിൽ ഇതിപ്പോൾ സിംപ്ലി സപ്പോർട്ടറിന്റെ കഴിഞ്ഞു, കാൻഡിലിവറിന്റെ കഴിഞ്ഞു. ഇനി കണ്ടിന്യൂസിന്റെ ആണെങ്കിൽ ഇഫ് ദ വിഡ്ത്ത് ഓഫ് ദ സപ്പോർട്ട് ഈസ് ലെസ് ദാൻ 1/12 ഓഫ് ദ ക്ലിയർ സ്പാൻ, ഇത് ഇഫക്റ്റീവ് സ്പാൻ ഷാൾ ബി ആസ് ഇൻ 22.2a. ഇത് നമ്മളെ സിംപ്ലി സപ്പോർട്ടിന്റെ കേസിനാണ് ഈ ക്ലോസ് 22.2a എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ഈ കണ്ടിന്യൂസ് ബീമിന്റെ വിഡ്ത്ത് ഓഫ് സപ്പോർട്ട് 1/12 ക്ലിയർ സ്പാന്റെ by12 കുറവാണെങ്കിൽ ഈ സിംപ്ലി സപ്പോർട്ടിന്റെ അതേ കണ്ടീഷൻ തന്നെ എടുത്താൽ മതി. എന്നുവെച്ചാൽ ഒരു കണ്ടിന്യൂസ് ബീമിന്റെ ഈ L0 ഇത് W ലെസ് ദാൻ L0 by 12 ആണെങ്കിൽ we can take the effective span as same as that of simply supported beam എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇത് ഗ്രേറ്റർ ആണെങ്കിൽ 3 കണ്ടീഷൻ ഉണ്ട്, അത് നമുക്ക് നോക്കാം. If the supports are wider than 1/12 of the clear span or 600 mm, whichever is less, the effective span shall be taken as. അപ്പം ഈ wider span ആണെങ്കിൽ L0 എന്ന് വെച്ചാൽ ഇതിന്റെ സ്പാൻ ഒന്നില്ലെങ്കിൽ 600 mm കൂടുതലാണ്, അല്ലെങ്കിൽ L0 by 12 കൂടുതലാണ് എങ്കിൽ 3 കണ്ടീഷൻ ആണുള്ളത്. ഫോർ എൻഡ് സ്പാൻ വിത്ത് വൺ എൻഡ് ഫിക്സ്ഡ് ആൻഡ് ദ അതർ കണ്ടിന്യൂസ് ഫോർ ഇന്റർമീഡിയറ്റ് സ്പാൻസ്, ദ എഫക്റ്റീവ് സ്പാൻ ഷാൾ ബി ദ ക്ലിയർ സ്പാൻ ബിറ്റ്വീൻ ദ സപ്പോർട്ട്സ്. ഒരു എൻഡ് ഫിക്സ്ഡ് ആണ്, ബാക്കിയുള്ള ഇന്റർമീഡിയറ്റോ അല്ലെങ്കിൽ ലാസ്റ്റ് ഉള്ളതോ ആണെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള ഈ L0 തന്നെ എടുത്താൽ മതിയാവും. എന്ന് വെച്ചാൽ ക്ലിയർ സ്പാൻ തന്നെയാണ് ഇഫക്റ്റീവ് സ്പാൻ ആയിട്ട് എടുക്കേണ്ടത്. ഫോർ എൻഡ് സെക്കൻഡ് കണ്ടീഷൻ, ഫോർ ദി എൻഡ് സ്പാൻ
with one end free and the other continuous, the effective span shall be, അപ്പോൾ ഒരു end cantilever പോലെയാണുള്ളത്, ഒരു end free ആണ്, അടുത്ത end ഇങ്ങനെ continuous ആയിട്ട് പോവുകയാണെങ്കിൽ span, the effective span shall be equal to the clear span plus, അപ്പോൾ clear span എന്താണ്, L naught ആണ്. Clear span കണ്ടുപിടിക്കാനുള്ള equation നമ്മൾ പഠിച്ചു കഴിഞ്ഞു. L naught plus effective depth of the beam plus half the effective depth of the beam. അപ്പം d by 2 or slab or the clear span plus half the width of the discontinuous support whichever is less. അതായത് L naught plus W by 2. ഇതിലേതാണോ ചെറുത് അത്. ഇനി അടുത്തത്, in the case of spans with roller or rocket bearing, the effective span shall be always the distance between the center of bearing. അപ്പം ബിയറിംഗ് നമുക്ക് റോളർ സപ്പോർട്ടിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പം അതിൻ്റെ സെൻറ്റർ ഓഫ് ദ ബിയറിംഗ് വരെയുള്ള ലെങ്ത്തിനെയാണ് നമ്മൾ എൽ ഇഫക്റ്റീവ് ആയിട്ട് എടുക്കുക. ഇന്ന് ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഞാൻ ടേബിളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമോ സ്ലാബോ ആണെങ്കിൽ എടുക്കുന്ന ഇഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് ക്ലിയർ സ്പാൻ പ്ലസ് ഡെപ്ത് ഓഫ് ബീം അല്ലെങ്കിൽ ക്ലിയർ സ്പാൻ പ്ലസ് വിഡ്ത്ത് ഓഫ് സപ്പോർട്ട്. ഇനി കാൻഡിലിവർ ബീം ആണെങ്കിൽ ഇൻഡിവിജ്വൽ കാൻഡിലിവർ, കണ്ടിന്യൂസ് കാൻഡിലിവർ. ഇൻഡിവിജ്വൽ ആണെങ്കിൽ എൽ നോട്ട് ക്ലിയർ സ്പാൻ പ്ലസ് ഡി ബൈ 2, ഇഫക്റ്റീവ് ഡെപ്ത് ഓഫ് ബീം ബൈ 2, എൽ നോട്ട് പ്ലസ് ഡബ്ല്യു ബൈ 2 കണ്ടിന്യൂസ് ആണെങ്കിൽ, എന്ന് വെച്ചാൽ ക്ലിയർ സ്പാൻ പ്ലസ് സപ്പോർട്ടിന്റെ വിഡ്ത്തിന്റെ ഹാഫ്. ഇനി കണ്ടിന്യൂസ് ബീമോ സ്ലാബോ ആണെങ്കിൽ വിഡ്ത്ത് ലെസ് ദാൻ എൽ നോട്ട് ബൈ 12 ആണെങ്കിൽ സെയിം സിംപ്ലി സപ്പോർട്ടഡ് ബീം എങ്ങനെയാണോ ഡിസൈൻ ചെയ്ത് അതുപോലെ തന്നെ എൽ നോട്ട് പ്ലസ് ഡി ഓർ എൽ നോട്ട് പ്ലസ് ഡബ്ല്യു. ഇനി കണ്ടിന്യൂസ് ആണെങ്കിൽ കണ്ടിന്യൂസ് ബീമോ സ്ലാബിന് അതിന്റെ സപ്പോർട്ടിന്റെ വിഡ്ത്ത് ഗ്രേറ്റർ ദാൻ എൽ നോട്ട് ബൈ 12 അല്ലെങ്കിൽ 600 mm കൂടുതലാണ് എങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇഫക്റ്റീവ് സ്പാൻ്റെ ഇക്വേഷൻ എൽ നോട്ട് പ്ലസ് ഡി ബൈ 2 അല്ലെങ്കിൽ എൽ നോട്ട് പ്ലസ് ഡബ്ല്യു ബൈ 2 ഏതാണോ ചെറുത് അത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ കണ്ടീഷൻസ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറൊക്കെ ഉണ്ട്, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെയാണ് ചോദിക്കാറ്. അപ്പം ഏത് രീതിയിലാണ് നമുക്ക് പഠിക്കാൻ കൂടുതൽ എളുപ്പം അതുപോലെ പഠിച്ചു വെക്കുക. എന്തായാലും പഠിക്കുന്നതാണ് നല്ലത്. ഒരു ചെറിയ പോർഷനും കൂടി നമുക്ക് പഠിക്കാം, അതായത് ഇഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച്. ഇതും നമ്മുടെ IS കോഡിൽ തന്നിട്ടുള്ളതാണ്. IS കോഡ് ക്ലോസ് 23.1.2 ഇഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച്. അപ്പോൾ അത് ടി ബീമിനും എൽ ബീമിനും ഡിഫറെൻ്റ് ആണ്. അത് ഐസൊലേറ്റഡ് ടി ബീം ആണെങ്കിലും കണ്ടിന്യൂസും ഐസൊലേറ്റഡും ആയിട്ടുള്ള കേസിൽ വേറെ വേറെ തന്നെയാണ്. അപ്പോൾ ടി ബീമിന് വേണ്ട എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത് എൽ നോട്ട് ബൈ 6 പ്ലസ് ബി ഡബ്ല്യു പ്ലസ് 6 ടൈംസ് ഡി എഫ്. എൽ നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്ലിയർ സ്പാൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് ഓഫ് സീറോ മൊമെന്റ്സ് ഇൻ ദ ബീം. ബി ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ്ത്ത് ഓഫ് ദി വെബ്, ഡി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്നെസ് ഓഫ് ദി ഫ്ലാഞ്ച്. അപ്പോൾ ടി ബീമിന്റെ ഈ ഇക്വേഷൻ പഠിക്കുക, എൽ നോട്ട് ബൈ 6 പ്ലസ് ബി ഡബ്ല്യു പ്ലസ് 6 ടൈംസ് ഡി എഫ്. ഇനി ഐസൊലേറ്റഡ് ടി ബീം ആണ്, ഇത് കണ്ടിന്യൂസ് സാധാ നോർമൽ ടി ബീം. ഇത് ഐസൊലേറ്റഡ് ടി ബീം ആണെങ്കിൽ ഈ വിഡ്ത്ത് എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത് എൽ നോട്ട് ബൈ ബി പ്ലസ് 4 പ്ലസ് ബി ഡബ്ല്യു ആണ്. ഈ ബി ഡബ്ല്യു എല്ലായിടത്തും ഉണ്ട്, അതിന്റെ കൂടെ ആഡ് ചെയ്യുന്ന ഈ രണ്ട് സംഗതികളാണ് മാറുന്നത്. അപ്പൊ ഇവിടെ എൽ നോട്ട് ബൈ ബി പ്ലസ് 4 ആണ്. എൽ നോട്ട് എന്ന് പറഞ്ഞാൽ ക്ലിയർ സ്പാൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് ഓഫ് സീറോ മൊമെന്റ്സ്. ബി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വിഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ച് ആണ്. അപ്പൊ ക്ലിയർ സ്പാൻ ബൈ വിഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ച് പ്ലസ് 4, ക്ലിയർ സ്പാൻ ഡിവൈഡ് ബൈ ദിസ് വാല്യൂ പ്ലസ് ബി ഡബ്ല്യു. ബി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് ഓഫ് ദി വെബ്. ബ്രെഡ്ത്ത് ഓഫ് ദി വെബിന്റെ കൂടെയാണ് ഇത് കൂട്ടുന്നത് എന്തിന്, ഇഫക്റ്റീവ് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ. ഇനി ഈ ടി ബീമിന്റെ പകുതിയാണ് എൽ ബീമിന് ഇവിടെ എടുക്കേണ്ടത്. അപ്പൊ 1/2 ഇൻറ്റു ഈ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഇതിന്റെ പകുതിയാണ് ഇവിടെ എടുക്കുന്നത്. എൽ നോട്ട് ബൈ ബി പ്ലസ് 4 പ്ലസ് ബി ഡബ്ല്യു ഇൻറ്റു ഹാഫ് ചെയ്താൽ 0.5 എൽ നോട്ട് ബൈ ബി പ്ലസ് 4 പ്ലസ് ബി ഡബ്ല്യു കിട്ടും. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് മാത്രം പഠിച്ചാൽ മതി. എല്ലാതും കൂടി ഒരുമിച്ച് പഠിച്ചിട്ട് കൺഫ്യൂഷൻ ആക്കരുത്. ക്ലിയർ ആയിട്ട് അറിയുന്ന രീതിയിൽ ഈ വീഡിയോയിലുള്ള മിക്കവാറും എല്ലാ ടോപ്പിക്സും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എക്സാമിനെല്ലാം എപ്പോഴും ചോദിക്കാറുള്ള ടോപ്പിക്ക് തന്നെയാണ് ഇത്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ ദയവേത് ഞങ്ങളുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. Please like, share and subscribe our channel and press the bell icon. Thank you from Chapter 1 Civil.